ഇന്നേ ഡിസംബർ 31 നമ്മുടെ ലാസ്റ്റ് ഇന്റർണൽ എക്സാമും അതുപോലെ ഗ്രീഷ്മയുടെ കീച്ചുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കീച്ചു സർപ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രീഷ്മയെ സർപ്രൈസ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മൾ പോയി ഗ്രീഷ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗിഫ്റ്റ്, അതൊരു ചുരിദാർ സെറ്റാണ്. ഈ നമ്മൾ എക്സാം കഴിഞ്ഞ് ഒരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയാണ്. ആൾക്ക് നല്ല ഡൗട്ട് ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ സെറ്റ് ചെയ്യേണ്ടാവും. എന്നിട്ട് മാക്സിമം ഒരു സർപ്രൈസ് പ്ലാനാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് നമുക്ക് ബാക്കി കാണാം. കഴിഞ്ഞ 3 ദിവസം അടുപ്പിച്ച് നമുക്ക് ഇന്റേണൽ എക്സാം ആയിരുന്നു. അപ്പോൾ ഇന്നാണ് അവസാനത്തെ എക്സാം. ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് എക്സാം എടുക്കുന്നത്. നമ്മളപ്പോൾ എക്സാം കഴിഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചു, പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഇത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോകുന്നതാണ്. അപ്പോൾ പിള്ളേരപ്പോഴേക്കും ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്ത് വെച്ച് കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പിടിപ്പത് പണിയായിരുന്നു. കാരണം തൊട്ടപ്പുറത്ത് ഗ്രീഷ്മ അറിയാണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ പ്രിപ്പറേഷൻ്റെ മുകളിലാണ് അക്ഷയും വിനീതും കൂടി ഇരിക്കുന്നത്. ഇതാണ് ആഷിഖിന് മിക്കവാറും വീടുകളിലുള്ള ആദ്യമായിട്ടാണ് ആളുണ്ടാവുക. ഇതാണ് ആഷിഖിൻ്റെ ഗേൾഫ്രണ്ട് ആദി. അതുപോലെ ഈ ക്യാമറ കണ്ട് അന്തപ്പെട്ട് വരുന്നതാണ് സഞ്ജന. അങ്ങനെ ചെറിയ ടൈം കൊണ്ട് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവസാനം ഗ്രീഷ്മേനെ വിളിച്ച്. പക്ഷേ ഗ്രീഷ്മയാണെങ്കിൽ ഇതിനു മുമ്പ് ഒന്ന് വന്ന് നോക്കി ഈ കേക്കും സംഭവം കണ്ടു. പക്ഷെ കണ്ടാലും പുള്ളിക്കാർ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ബാംഗ്ലൂർ പോകാൻ നിൽക്കുക. അതാണ് എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാം റഷായതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, ഗ്രീഷ്മയ്ക്ക് നല്ല ഭയങ്കര ഹാപ്പി. അതിനിടയ്ക്ക് വിനീത് ഗ്രീഷ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ബ്രേസ്ലെറ്റ്. അത് ഗ്രീഷ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഗ്രീഷ്മ എപ്പോഴും പറയായിരുന്നു ഗ്രീഷ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് പോലെ കേക്ക് കട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഗ്രീഷ്മ അറിയിക്കാണ്ട് നമുക്കൊരു സംഭവം ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്രീഷ്മ എപ്പോൾ നോക്കി നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷേ എങ്ങനെയൊന്നും നമുക്ക് സർപ്രൈസ് ചെയ്യാൻ വിടാൻ പറ്റില്ലോ. അപ്പോൾ അതിനുവേണ്ടി എല്ലാം കേക്ക് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ വിനീതത്തെ നമ്മൾക്ക് സർപ്രൈസ് ആക്കി വെച്ച ഗിഫ്റ്റായിട്ടാണ് വരുന്നത്. അത് കൊടുത്തപ്പോൾ ശരിക്കും ഗ്രീഷ്മ ഭയങ്കരമായിട്ട് വണ്ടടിച്ചു പോയി. കാരണം ഗ്രീഷ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഒരു ഗിഫ്റ്റ് തരുന്ന കാര്യം. ആ ഒരു ഞെട്ടലും എക്സൈറ്റ്മെന്റ് ഒക്കെ ഗ്രീഷ്മയുടെ കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം ഗ്രീഷ്മ അങ്ങനെ ഒരുപാട് സർപ്രൈസ്ഡ് ആവുന്ന ഒരാളല്ല. കാരണം കുറച്ച് പാടാണ് ഗ്രീഷ്മയുടെ സർപ്രൈസ് ആക്കാനായിട്ട്. ഈ കേക്കും ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് ഗ്രീഷ്മയുടെ അമ്മയായിരുന്നു. എക്സാമിന്റെ ടൈമിലും ആയതുകൊണ്ട് നമുക്ക് അധികം ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ നമ്മൾ വിചാരിച്ചതൊക്കെ നല്ല പോലെ ചെയ്യാൻ പറ്റിയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ആശയ്ക്ക് ബാംഗ്ലൂർ എക്സൈറ്റ്മെന്റ് ഇല്ല. കണ്ടില്ലേ, കൂളിംഗ് ക്ലാസ് വെച്ച് നോക്ക്. അപ്പോൾ ഈ വീഡിയോയുടെ അടുത്ത പാട്ടിന് ബാംഗ്ലൂർ എത്തിയിട്ടായിരിക്കും. അപ്പം നീ അടുത്ത വീഡിയോ ഹാപ്പി ആണെന്ന്. എത്ര ഹാപ്പി? 100 out of 10. അപ്പോൾ ഗ്രീഷ്മ ഹാപ്പിയാണ്. ഇനി അടുത്ത വീഡിയോ നമ്മൾ ബാംഗ്ലൂർ എത്തിയ ശേഷം.